വാഴുന്നവർ വീഴുന്നത് കണ്ടു, വീണു കിടന്നവർ വാണതു കണ്ടു. വാണും വീണും നാടിഴയുമ്പോൾ പുതിയൊരു തലമുറ താഴുകയല്ലോ. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരാളിൻ്റെ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ ദുഃഖങ്ങൾ കേൾക്കാൻ പലപ്പോഴും മണ്ണും മരങ്ങളും മാത്രമേ ഉള്ളൂ. ലവ് ഹാസ് നോ ഹോളിഡേയ്സ്. മെസ്സേജ് ഓഫ് ലവ് ഹാസ് നോ ഹോളിഡേ എന്നാണ് എൻ്റെ അർത്ഥം. സ്നേഹത്തിന് സന്ദേശങ്ങൾക്ക് അവധികളില്ല. എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സ് ആണ്. എന്തിനാ? സ്നേഹത്തിൻ്റെ സന്ദേശം. 100 വർഷം മുമ്പ് ഇതേപോലെ സ്നേഹത്തെക്കുറിച്ച് വാഴ്ത്തിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുമാരനാശാൻ പാടി സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു. സാർ, ഈ കവിത ഏതൊരു പ്രായത്തിലാണ് എഴുതിയത്? ഞാനിത് എഴുതിയിട്ട് ഒരു 12 വർഷം ഉണ്ടാവും. അന്ന് സ്നേഹത്തിന് തെളിവുകളില്ല എന്നാണ് ഈ കവിതയുടെ പേര്. ഞാൻ ഒരുപാടത്തിങ്ങനെ വേദികളിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്നേഹത്തെക്കുറിച്ച് ഞാൻ എഴുതിയൊരു കവിതയാണ്. സ്നേഹത്തിന് എന്തെല്ലാമാണ് ഇല്ലാത്തത് അല്ലേ? സ്നേഹത്തിന് പ്രായമില്ല, സ്നേഹത്തിന് രൂപമില്ല, സ്നേഹത്തിന് തെളിവില്ല, സ്നേഹത്തിന് സാക്ഷികളില്ല, ഒന്നുമില്ല. അവസാനം എന്താ പറയുന്ന? മന്ത്രൌഷധമായിട്ടുള്ളത് സ്നേഹം മാത്രം. മന്ത്രൌഷധം എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഇഫക്റ്റീവ് മെഡിസിൻ. അത് സ്നേഹമാണ്. ഇത് ചെറിയ കാര്യമല്ല. അശ്വിനി വിചാരിക്കും ഇതൊരു ചെറിയ കാര്യമാണെന്ന്. 2 അക്ഷരമല്ലേ ഉള്ളൂ സ്നേഹം. ക്രിസ്തു ഭഗവാൻ 21 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നമ്മളിപ്പോഴും അത് ചെയ്യുന്നില്ല. നമുക്ക് സാധ്യമല്ല. അയൽ വീട്ടിൽ ആരെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ്? സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ദ്രോഹം സംഭവിക്കുന്നതോ രോഗം വരുന്നതോ അപകടമുണ്ടാകുന്നതോ നമുക്ക് സഹിക്കില്ല. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്ന ഒരു സ്നേഹം വളർത്തിയെടുക്കാൻ സാധിക്കും സാമൂഹികമായിട്ട്. ഇപ്പം നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും പരസ്പരം പ്രണയിച്ച് കല്യാണം കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ എല്ലാം വീട്ടിൽ നമ്മൾ സ്വൈരമായിട്ട് താമസിച്ചുകൊണ്ട് സുരക്ഷിതമായിട്ട് ജീവിച്ചുകൊണ്ട് തന്നെ സാമൂഹികമായൊരു സ്നേഹം, ആരും കൊല്ലപ്പെടാതിരിക്കുക, ആരും കൊല്ലാതിരിക്കുക, ആരും പട്ടിണി കിടക്കാതിരിക്കുക, എല്ലാവർക്കും മാന്യമായ വീട്, അതിനെയാണ് സമത്വം എന്ന് പറയുന്നത്. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം, എല്ലാവർക്കും സുരക്ഷ, എല്ലാവർക്കും അഭിമാനം. ഇത് സ്നേഹം ഉള്ള ഒരു സമൂഹത്തിൽ മാത്രമേ എല്ലാവരും അംഗീകരിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിനെ വളർത്തിയെടുത്താണ് കേരളം ഇന്ത്യയുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെയും ജനതയെക്കാളും പല രീതിയിലും വളർന്നത്. ആരോഗ്യത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും സാമൂഹികമായിട്ടുള്ള കീഴ്മേൽ മറിയലുകൾ അധികാര ഘടനയിൽ. ഇപ്പോൾ കേരളം കൈവരിച്ച അധികാര ഘടന എന്ന് പറഞ്ഞാൽ കീഴ്മേൽ മറിയലാണ്. വാഴുന്നവർ വീഴുന്നത് കണ്ടു, വീണു കിടന്നവർ വാണതു കണ്ടു. വാണും വീണും നാടിഴയുമ്പോൾ പുതിയൊരു തലമുറ താഴുകയല്ലോ. കുത്തിയുടച്ചു നമ്മൾ നമ്മുടെ കണ്ണിനുള്ളിലെ കൃഷ്ണമണി. നമ്മൾ അറത്തു മുറിച്ചു പാട്ടുകൾ പാടിയ കുയിലിൻ പൂങ്കുരല്. വെട്ടിയെടുത്തു തണലും കുളിരും നൽകിയ മാവിൻ തായ്വേര്. തെരുവിലെറിഞ്ഞു ഇതുവരെ നമ്മൾ കരുതി വളർത്തിയ പൂങ്കതിര്. തലമുറ കാത്തു പുലർത്തിയ പുഴകൾ നിറച്ചു നുരയ്ക്കും അഴുക്കുകളാക്കി. തിരികത്തിച്ചു വണങ്ങിയ കാവുകളൊക്കെ നിരത്തി നിരത്തുകളാക്കി. കുടിവെള്ളത്തിന് തെണ്ടും കുട്ടികൾ വയറുവരണ്ട് വിളിക്കുന്നു. തരിശു നിലത്തിൻ ഹൃദയത്തിൽ ചെന്നതു മാറ്റൊലികൾ തീർക്കുന്നു. പൊരുതിയ വാക്കുകൾ ഇടറുകയാണോ? പൂക്കൾ തീക്കനലാവുകയാണോ? തലയിലൊഴിക്കാൻ കോരിയ വെള്ളം ചേറും ചവറും മൂടിയതാണോ? വാഴുന്നവർ വീഴുന്നത് കണ്ടു, വീണു കിടന്നവർ വാണത് കണ്ടു. വാണും വീണും നാടിഴയുമ്പോൾ പുതിയൊരു തലമുറ താഴുകയല്ലോ. ഞാനൊരു 4 വർഷം മുമ്പ് എഴുതിയ കരുതിയിരിക്കുക എന്ന് പറയുന്ന കവിതയിലെ തുടക്കത്തിലുള്ള കുറച്ച് വരികളാണ് പാടിയത്. അശ്വിനിക്ക് ഇഷ്ടപ്പെട്ടോ? അത് എൻ്റെ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതെൻ്റെ മെച്ചം കൊണ്ടല്ല. ഞാൻ പഠിപ്പിക്കപ്പെട്ടത് വലിയ അധ്യാപകരാലാണ്. വലിയ മനുഷ്യരാണ് എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ളത്. സാർ, അപ്പോൾ ആദ്യമായിട്ട് എഴുതിയ കവിത ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ആദ്യമായിട്ട് എഴുതുന്ന കവിത ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയ കവിതയാണ്. അതെനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് പഠിക്കാനൊരു പാഠ്യഭാഗമുണ്ടായിരുന്നു സിലബസിൽ. അതിൻ്റെ പേര് കാട്ടുതീയിൽപ്പെട്ട കുടുംബം. കാട്ടുതീയിൽപ്പെട്ട കുടുംബം. അത് മഹാഭാരതത്തിലൊരു മുഹൂർത്തമാണ്. മഹാഭാരത ഇതിഹാസത്തിലൊരു മുഹൂർത്തം. ഖാണ്ഡവവനത്തിന് തീപിടിക്കുന്നു. അപ്പം ജരിത എന്നു പേരുള്ള ഒരു തള്ളക്കിളി
അതായത് അമ്മക്കിളി. ഈ സമയമായപ്പോൾ ഏകദേശം വൈകുന്നേരമായപ്പോൾ എണീറ്റിങ്ങനെ വനത്തിൽ നിന്ന് ആ കാട്ടിൽ നിന്ന് ആ കിളിയുടെ കുടുംബം കുഞ്ഞുങ്ങൾ താമസിക്കുന്ന കൂട്ടിൽ നിന്ന് ആ കിളി എണീറ്റ് പറക്കുകയാണ്, അമ്മക്കിളി. സ്ത്രീകൾ ഇന്ന് ജോലി ചെയ്യാൻ പോകുന്നത് സാധാരണ സംഭവമായിട്ടുണ്ട്. കുറേ കാലത്തിന് മുമ്പ് അത് പറ്റില്ലായിരുന്നു, വീട്ടിനകത്ത് ജോലി ചെയ്യാനേ സമ്മതിക്കൂ. പക്ഷെ നോക്കുക, ഒരു കിളി പോലും അതിൻ്റെ പെൺവർഗം അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എന്ന് കുഞ്ഞുനാളിലേ ഞങ്ങളെ പഠിപ്പിച്ചു. ഇത് എന്തുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഇതേപോലെ ജോലിക്ക് പൊയ്ക്കൂടാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ അധ്വാനിച്ച് എൻ്റെ അച്ഛനാണല്ലോ അധ്വാനിച്ച് കാശ് കൊണ്ടുവരുന്നത്. എൻ്റെ കുഞ്ഞുനാളിലെ അങ്ങനെയായിരുന്നു. അമ്മ വീട്ടിലടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ അധ്വാനിക്കാനോ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ കാണ്ഡവ വനത്തിന് തീ പിടിക്കുകയാണ്, കാട്ടുതീയിൽപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞിന് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വട്ടമിട്ട് ആ കൂട്ടിലേക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത, വന്നാൽ കരിഞ്ഞ് ചത്തുപോകും. തീ അങ്ങനെ ആളിപ്പടരുകയാണ്. അങ്ങനെ വിലപിക്കുന്ന ഒരു പക്ഷിയുടെ ദുഃഖങ്ങളായിരുന്നു ആ ഒരു 10-20 വരിയിൽ അതിനെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തന്നത് പഠിക്കാൻ. അപ്പോൾ ഈ ജരിത പക്ഷി എന്ന് പറയുന്നത് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. പുലിയൂർ, നെടുമങ്ങാട് ഉഴമലയ്ക്കൽ പുലിയൂർ ഗ്രാമം പക്ഷികളെ കൊണ്ട് നിറഞ്ഞ ഒരു ഗ്രാമമായിരുന്നു. പക്ഷികൾ മാത്രമല്ല, അണ്ണാറക്കണ്ണന്മാർ, പിന്നെ നായ്ക്കുട്ടികൾ, എല്ലാ ജീവികളും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. തവള കുഞ്ഞുങ്ങൾ, എന്തെല്ലാം ഉള്ളു, നെൽപ്പാടങ്ങൾ, പിന്നെ ഒന്നാന്തരമായിട്ടുള്ള പ്രകൃതി, നല്ല കാറ്റ്, നല്ല മഞ്ഞ്. ഈ ഇപ്പോഴുള്ള ചൂടൊന്നും അന്ന് സമ്മർ സീസണിലൊക്കെ ചിലപ്പോൾ വരുമെന്നേ ഉള്ളൂ, ഈ മീനമാസത്തിൽ അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ. സാറിന് ജനിച്ച സ്ഥലം സാറിന് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലം? വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഒരു ഭാഗ്യവാനാണ്. അങ്ങനെ ഒരു സ്വർഗത്തിലാണ് എന്നെ ദൈവം കൊണ്ട് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആ സ്വർഗത്തിൻ്റെ സുഖം കണ്ടാണ് ഞാൻ ഈ ഭൂമിയെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിച്ചത്. അങ്ങനെ കവിത എഴുതണമെന്ന് തോന്നി. ഒരു പക്ഷേ അശ്വിനി ഉൾപ്പെടെ ആരെങ്കിലും വന്ന് എൻ്റെ നെടുമങ്ങാട് ഉഴമലയ്ക്കൽ പുലിയൂർ കണ്ടാൽ, ഇപ്പോഴും കണ്ടാലും, അവിടെ ടാറിട്ട റോഡായി, എല്ലാ വീടും വൈദ്യുതിയായി, പുതിയ സംവിധാനങ്ങളായി, പക്ഷേ എങ്കിലും പറയും, ഇവിടെ ജനിച്ചാൽ ഒരാൾ കവിത എഴുതാതിരിക്കില്ല കേട്ടോ എന്ന് പറയും. അത്രയ്ക്ക് അതെനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അശ്വിനി, അത് മറന്നുപോയി. ഞാൻ എഴുതിയിട്ട് എന്നെ പഠിപ്പിച്ച ഒരു രവീന്ദ്ര സാറുണ്ടായിരുന്നു, സാറിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. സാർ, ഞാൻ എഴുതിയതാണ്. ഇതെന്താടാ? ഇന്നലെ സാറ് പഠിപ്പിച്ചില്ലേ ജരിത പക്ഷിയുടെ ദുഃഖം? അത് എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഞാൻ രാത്രി ഇരുന്ന് എഴുതിയതാണ്, രഹസ്യമായിട്ട് എഴുതിയതാണ്. സാർ ആരോടും പറയരുത് കേട്ടോ. കവിത എഴുതുന്നത് എന്തോ വലിയ കുറ്റമെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഈ കവിതയൊക്കെ എഴുതുമ്പോൾ സാറിന്റെ വീട്ടിലുള്ളവരെല്ലാം അതിന് പ്രോത്സാഹനങ്ങളൊക്കെ തരാറുണ്ടോ? പ്രോത്സാഹനം തരാറുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ രഹസ്യമായിട്ടാണ് ചെയ്തത്. കൂട്ടുകാരെല്ലാം എന്നെ ഇത്രയെങ്കിലും ആക്കിയത്. എൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരും. ഞാൻ കവിത എഴുതുമ്പോൾ ആദ്യമേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ എഴുതുന്നതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നവർ പറയും. അങ്ങനെ എന്നെ വളർത്തി ഞാൻ അതുവഴിയൊക്കെ സ്കൂളിലൊക്കെ പോകും, കവി പോകണുണ്ട്, എടാ കുട്ടി കവി എന്നിങ്ങനെ വിളിക്കുമായിരുന്നു. വളരെ സന്തോഷം തോന്നി. എല്ലാവരും കൂടി എന്നെ കവിയാക്കി മാറ്റുകയല്ലേ. അതെനിക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാനൊരു 3 വർഷത്തോളം ഇങ്ങനെ വായിച്ച് കാര്യമായിട്ടൊക്കെ എഴുതാതിരുന്നു. അങ്ങനെ ഞാൻ 8ാം ക്ലാസ്സിലായി. 8ാം ക്ലാസ്സിലായപ്പോൾ ഉഴമലയ്ക്കൽ എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം, നെടുമങ്ങാടുള്ള ഉഴമലയ്ക്കൽ പഞ്ചായത്ത്. ആ ഉഴമലയ്ക്കൽ പഞ്ചായത്തിലാണ് പുലിയൂർ ഗ്രാമം എന്ന് പറയുന്ന സ്വർഗീയ മുഖം. അപ്പോൾ ആ ഉഴമലയ്ക്കൽ പഞ്ചായത്തിലുള്ള ശ്രീനാരായണ ഹൈസ്കൂൾ, ഇപ്പോൾ അത് SNHSS ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ ചെന്നപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് മത്സരത്തിന് കുട്ടികളെ വിളിക്കുകയാണ്. യൂത്ത് ഫെസ്റ്റിവൽ നമ്മൾ ഓരോ കോമ്പറ്റീഷന് ചേരണ്ടേ. അപ്പോൾ എന്നോടൊരു സാറ് പറഞ്ഞു, നീ കവിതയൊക്കെ എഴുതാറുണ്ടല്ലോ, നീ ഒരു കാര്യം ചെയ്യും, കവിതാരചനയ്ക്ക് ചേരും. അന്ന് വേഴ്സിഫിക്കേഷൻ എന്നാണ് അതിനെ പറയുന്നത്, പദ്യം ചമയ്ക്കൽ. വേഴ്സ് എന്ന് പറഞ്ഞാൽ പദ്യം, വേഴ്സിഫിക്കേഷന് ചേരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചേർന്നപ്പോൾ ഞാനന്ന് 8ാം ക്ലാസ്സിലാണ്. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന വലിയ മിടുക്കന്മാരും മിടുക്കികളും ചേർന്നുവെങ്കിലും ഫസ്റ്റ് കിട്ടിയത് ആർക്കാ? എനിക്ക്. അതെനിക്ക് ഭയങ്കര രസമായി കേട്ടോ. അങ്ങനെ മറ്റുള്ളവരെല്ലാം 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലുള്ളവർ എന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി, നിനക്കാ ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ തുരുതുരാ കവിതകൾ എഴുതാൻ തുടങ്ങി. അന്നത്തെ ഒരു വിഷയം തന്നത് ഏകൻ എന്നായിരുന്നു. അന്നത്തെ വിഷയം ഏകൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ ഹൃദയവികാരം. എനിക്ക് കിട്ടിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെയുള്ളതാണ്. അങ്ങനെ ഏകൻ, എനിക്ക് അതിൻ്റെയും ഓർമ്മയില്ല. ഞാനിപ്പോൾ ഓർമ്മിച്ചെടുത്ത് ഭംഗിയായിട്ട് പാടാൻ പറ്റുന്ന ഒരു കവിതയെന്ന് പറയുന്നത്, ഞാൻ പിന്നെ BA ഫസ്റ്റ് ഇയറായി. അതായത് എനിക്ക് 8ാം ക്ലാസ് കഴിഞ്ഞു, പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രിയും കൂടെ കഴിഞ്ഞിട്ട് ഞാനൊരു 19 വയസ്സിൽ എത്തിയപ്പോൾ ഒരു കവിത എഴുതി. അതെനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ കളക്ഷനിലൊക്കെ ഉണ്ട്, ഞാൻ എപ്പോഴും പാടുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, അത് ഒരു കുട്ടി വലിയ കുട്ടിയാകുമ്പോൾ അന്ന് വലിയ കല്യാണം നടത്തിയിരുന്നു. അതിൻ്റെ പേര് അശ്വിനിയുടെ തലമുറയ്ക്ക് ഒരു പക്ഷേ അതൊരു കൗതുകമായിരിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു കൊച്ചേച്ചി,
കൊച്ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. എന്നെക്കാളും ഒരു 15 വയസ്സിന് വ്യത്യാസമുണ്ട്. ആ കൊച്ചേച്ചി അല്ല, അത്രയും വരാനിടയില്ല. ആ കൊച്ചേച്ചി വലിയ കുട്ടിയായപ്പോൾ പട്ടാളമാമൻ എന്നൊരു പ്രതാപിയുണ്ട് എൻ്റെ നാട്ടിൽ, എൻ്റെ അടുത്ത ബന്ധുവാണ്. പട്ടാളമാമൻ എന്ത് ചെയ്തു, ഈ കൊച്ചേച്ചിയെ തളിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഒരു 8, 10, 12, 16 ദിവസമൊക്കെ ആകുമ്പോൾ തളിക്കുക. ഈ കുട്ടി വലിയ കുട്ടിയായി, അതിന് ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്. ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് ആഹാരമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ ചേച്ചി, പിന്നീട് എൻ്റെ അനിയത്തി, ഇങ്ങനെയൊക്കെ എനിക്ക് അനുഭവമുണ്ട്. ഞങ്ങളുടെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ, എല്ലായിടത്തും അനിയത്തിമാരുണ്ടല്ലോ, സഹോദരിമാരുണ്ടല്ലോ. അപ്പോൾ അതൊരു വലിയ കല്യാണമായിട്ടാണ് നടന്നത്. ഇപ്പോൾ അശ്വിനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, ഇതുപോലെ തെങ്ങില്ലേ, ആ തെങ്ങുകളിലൊക്കെ ഇങ്ങനെ കുട പോലെ വെച്ച് കെട്ടി, കുടയാണ് വലിയ മൈക്കുണ്ടല്ലോ, അത് ഉച്ചഭാഷണി, അതിൻ്റെ കുടയാണ് ഇങ്ങനെ വെച്ച് കെട്ടുന്നത്. അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് യേശുദാസിൻ്റെയൊക്കെ വളരെ സുന്ദരമായ പാട്ടുകളൊക്കെ ഇങ്ങനെ ഇട്ടതിന് ശേഷം ആൾക്കാരൊക്കെ ഒരു കല്യാണത്തിന് വരുന്നത് പോലെ വരികയാണ്. ചോദിക്കുമ്പോൾ പറയും, രത്നമ്മയുടെ തിരണ്ട് കല്യാണം ഇന്നാണ് വരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പോകും. ഇപ്പോഴത്തെ മക്കളോട് ഇത് പറയുമ്പോൾ അവർ ചോദിക്കും, ഇങ്ങനെയൊക്കെ നടന്നിരുന്നു നമ്മുടെ നാട്ടില്. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്. തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചു, ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെ അവിടുത്തെ എൻ്റെ പുത്രിമാർക്കൊന്നും പുറത്തിറങ്ങാൻ ഇപ്പോഴും പറ്റുന്നില്ല. തമിഴ്നാട്ടിൽ ഇതൊരു കല്യാണം പോലെയാണ്. അതുപോലെ കുട്ടികളെ ഒരു 6-7 ദിവസം അടച്ചിടുന്നുണ്ട്. വേറെ ഉമ്മറത്തേക്ക് വരാനോ പൂജാമുറിയിലേക്ക് വരാനോ. കേരളം അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കേരളം ബ്രേക്ക് ചെയ്തിട്ട് അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് അവർ തെളിയിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ചിലർ പറഞ്ഞേക്കാം. ഇതെൻ്റെ ആദ്യത്തെ കവിതയുടെ വിഷയമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് പിന്നീട് ഞാൻ വളരെ രഹസ്യമായിട്ട് ഒളിച്ചു വെച്ചിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നു. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിക്കുന്നു. അങ്ങനെ 84 യൂണിവേഴ്സിറ്റി ക്യാമ്പ് നടക്കുന്നു വേളിയിൽ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് രാത്രി ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഈ തീ ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ക്യാമ്പ് ഫയർ, ആ വാക്കാ ഞാൻ നോക്കിയത്. വെരി ഗുഡ്. ക്യാമ്പ് ഫയർ പോലെ ഒരു കൂടി ഇരുന്നിട്ട് ചൊല്ലാൻ പറഞ്ഞപ്പോൾ ഓരോരുത്തർ കവിത ചൊല്ലിയപ്പോൾ എനിക്കിത് ഹൃദയസ്ഥമായിരുന്നു. ഞാനിരുന്ന് പാടി, മേലെ വീട്ടിലെ മേള പെണ്ണിന് മേടമാസത്തിലത്തെ 2 കൂളി. ഒന്നുകൂടെ പാടാം. മേലെ വീട്ടിലെ മേലാള പെണ്ണിന് മേടമാസത്തിലത്തെ 2 കൂളി. മേല് നിറയെ കൊടമഞ്ഞളിട്ടവൾ 7:30 2 കൂളി. മെയ്യിൽ കൊഴുപ്പും തഴപ്പും തഴയ്ക്കുവാൻ എള്ളെണ്ണ മുന്നാഴി ഉള്ളിലാക്കി. പൂവന്റെ കന്നിപ്പെടയിട്ട മുട്ടകൾ 7,700 വീഴ്ത്തി. പുത്തരി ചെന്ത വീടൊട്ടും കളയാതെ എണ്ണയിൽ മുക്കി കുഴച്ചു നൽകി. നാളെ തലമുറ വിത്ത് കിളിർക്കേണ്ടും മാറത്തും വയറത്തും മന്ത്രമോദി. കട്ടിക്കരിക്കട്ട കരിമിഴി അഞ്ജനമിട്ടു പൂവാലെഴുതി. എണ്ണമണക്കും തലമുടിക്കെട്ടിൽ ഇരുണ്ട തുളസി തിരിതിരുകി. കോടിപ്പുടവയുടുത്തവളാദിത്യൻ ഓടിയെത്തും മുമ്പൊരുങ്ങി നിന്നു. കന്നിക്കിനാവുകളെല്ലാം എരിക്കുന്നൊരെണ്ണക്കുരു പോലെ അവളിരുന്നു. കുന്നിക്കുരുമല മിന്നാത്തമാറ് കുടം വന്ന വാഴ കണക്കിരുന്നു. മേലെ വീട്ടിലെ മേലാള പെണ്ണിന് മേടമാസത്തിലത്തെ 2 കുളി. ഇന്നലെ ചിറ്റാറിനോരത്തും തീരത്തും തേരാപ്പാരാ പാടിപ്പോയവളെ, ഇന്നു മുതൽക്കിനി നിന്റെ നിലാവിൻ്റെ കൊന്നകൾ പൂക്കുകയായിരിക്കും. പേര് മറന്ന് നടക്കല്ല്, ഒരിക്കലും നേരെറിഞ്ഞെന്നാളും ജീവിക്കണം. അക്കരച്ചക്കൻ്റെ വാക്കിനി കേക്കരുത്, ഒച്ച വച്ചൊട്ടു നാവാട്ടരുത്. പെണ്ണുങ്ങളല്ലാതെ ആരെ നീ കണ്ടാലും പെണ്ണെ പെരുവിരൽ നോക്കിടേണം. പോക്കണക്കേടുകൾ ചിന്തിച്ച് കാപ്പുകൾ എണ്ണിയിരിക്കരുത്. നോക്കരുത് ഈ മനയ്ക്കപ്പുറത്തേക്കിനി കാക്കുവാൻ നിന്നെ നീ തന്നെ വേണം. ഓലപ്പുരയൊരു മാളികയാവണം, ഓരുന്നതൊക്കെ നടക്ക വേണം. മക്കളെ മാനക്കേടില്ലാതിരിക്കണം, താലിക്കിണങ്ങും മനസ്സു വേണം. അച്ഛനും അമ്മയും അമ്മാവന്മാരും ഉണ്ടിച്ച കണക്ക് പറഞ്ഞയക്കും. പെണ്ണിൻ്റെ കാതിൽ കൊടുങ്കാറ്റിരമ്പുന്നു, കണ്ണും കരളും കലങ്ങിയിടുന്നു. എന്തൊക്കെ ഇങ്ങിനി ചൊല്ലിയാൽ അക്കര ചെക്കനെ എങ്ങനെ ഞാൻ മറക്കും. എന്തൊക്കെ ഇങ്ങിനി ചൊല്ലിയാൽ അക്കരെ ചെക്കനെ എങ്ങനെ ഞാൻ മറക്കും. കണ്ണിലും കാതിലും കല്യാണക്കുറി കെട്ടിയതക്കരെ ചെക്കനല്ലേ. ആരാണ്ടും കാണാത്ത നേരത്ത് കൂടെ വന്നോരോന്ന് ചൊല്ലും
ചെറുക്കനല്ലേ. പെണ്ണിൻ്റെ നെഞ്ചത്തെ തഞ്ചല് കേട്ടപ്പം മണ്ണും മരവും കരഞ്ഞു പോയി. പെണ്ണിൻ്റെ നെഞ്ചത്തെ തഞ്ചല് കേട്ടപ്പോൾ മണ്ണും മരവും കരഞ്ഞു പോയി. മണ്ണും മരവും കരഞ്ഞു പോയി. മണ്ണും മരവും കരഞ്ഞു പോയി. മനുഷ്യരാരും കരഞ്ഞില്ല. ആ കുട്ടിയുടെ നെഞ്ചത്തെ തഞ്ചൽ എന്ന് പറഞ്ഞാൽ ദുഃഖം. അവളുടെ ദുഃഖങ്ങൾ കേട്ടിട്ട് അവളുടെ നാത്തൂന്മാർ കരഞ്ഞില്ല, കൂട്ടുകാരികൾ കരഞ്ഞില്ല, മനുഷ്യരാരും കരഞ്ഞില്ല. കരഞ്ഞത് ആര് മാത്രം? മണ്ണ് കരഞ്ഞു. അവളുടെ കണ്ണീര് വീണ് ആ ചൂടറിഞ്ഞിട്ട് എന്താ മോളെ നീ കരയുന്നത് എന്ന് ചോദിച്ചു. മണ്ണ് കൂടെ കരഞ്ഞു. കണ്ടു നിന്ന മരങ്ങളെല്ലാം കരഞ്ഞു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരാളിൻ്റെ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ ദുഃഖങ്ങൾ കേൾക്കാൻ പലപ്പോഴും മണ്ണും മരങ്ങളും മാത്രമേ ഉള്ളൂ എന്ന തരത്തിൽ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളിനെ മനസ്സിലാക്കാൻ നമ്മൾ ഇത്രയൊക്കെ ഞാൻ ഗീർവാണം നടത്തിയെങ്കിലും കേരളീയ സമൂഹത്തിൽ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള തുരുത്തുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ധാരാളമുണ്ട്. അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കവിത എഴുതി ഞാൻ പ്രബുദ്ധരായിട്ടുള്ള പ്രൊഫസർമാരെയും ഒക്കെ കേൾപ്പിച്ചപ്പോൾ ഈ കവിതയ്ക്ക് എനിക്ക് വലിയ അംഗീകാരം കിട്ടി.